ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ക്രിപ്റ്റോയെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ബിഗിന്നേഴ്സിന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള എന്താണ് ക്രിപ്റ്റോ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഈ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലോക്ക് ചെയിൻ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ബ്ലോക്ക് ചെയിനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ക്രിപ്റ്റോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലേക്ക് വരുന്ന ഒന്നാണ് ബ്ലോക്ക് ചെയിൻ. ഒരു പക്ഷേ പലർക്കും വലിയ ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. ബ്ലോക്ക് ചെയിൻ ഒരു കോയിനാണോ, അതല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണോ, അല്ലെങ്കിൽ സ്കാമിനു പുതിയ പേരാണോ എന്നുള്ളതൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. ബ്ലോക്ക് ചെയിൻ എന്നത് ബിറ്റ് കോയിൻ ആണോ, അങ്ങനെ തോന്നുന്നല്ലോ എന്നുള്ളതൊക്കെ. പക്ഷേ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയിൻ എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. വാട്ട് ഇറ്റ് ഈസ്, ഹൗ ഇറ്റ് വർക്ക്സ്, വൈ ഇറ്റ്സ് മാറ്റേഴ്സ്. സോ ലെറ്റ് us dive in. വാട്ട് ഈസ് ബ്ലോക്ക് ചെയിൻ? ബ്ലോക്ക് ചെയിൻ എന്നത് സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഡിജിറ്റൽ ലെഡ്ജറാണ്. അതായത് ഒരു ഓൺലൈൻ റെക്കോർഡ് ബുക്ക്. സാധാരണ ലെഡ്ജർ നമുക്കെല്ലാവർക്കും അറിയാം, ബാങ്ക് ബുക്ക്. ഇത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ബാങ്ക്, അല്ലെങ്കിൽ കമ്പനി, അതുമല്ലെങ്കിൽ ഗവൺമെൻറ്. സാധാരണ ഒരു ലെഡ്ജർ ഇവരൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ ബ്ലോക്ക് ചെയിൻ ലെഡ്ജർ എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നത് ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്കാണ്. അതായത് ലോകമെമ്പാടുമുള്ള ആളുകൾ ചേർന്നാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മുടെ നാട്ടിലെ ഒരു പ്രൊവിഷൻ സ്റ്റോർ, ഇവിടെ കടക്കാരൻ ട്രാൻസാക്ഷൻസ് നോട്ട് ചെയ്യുന്ന ഒരു നോട്ട്ബുക്ക് ഉണ്ടെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. പക്ഷേ ബ്ലോക്ക് ചെയിനിൽ ആ നോട്ട്ബുക്ക് കോപ്പി ഓഫ് ലിറ്റററി ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറിലും ഒരേ സമയം സേവ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. അതിനാൽ ആരുടെയും സിംഗിൾ ഹാൻഡായിട്ട് എഡിറ്റ് ചെയ്യുവാനോ അതല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുവാനോ പറ്റില്ല. എല്ലാവർക്കും ഒരേ റെക്കോർഡ് കാണുകയും ചെയ്യാം. ദാറ്റ് ഈസ് വൈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആണ്, അതുപോലെ തന്നെ സെക്യൂർ സിസ്റ്റമാണെന്ന് നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ ഈ ബ്ലോക്ക് ചെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഹൗ ബ്ലോക്ക് ചെയിൻ വർക്ക്സ്? ബ്ലോക്ക് ചെയിൻ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ബ്ലോക്കിലാണ്. ഓരോ ബ്ലോക്കിലും ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യപ്പെടും. അതായത് അത് വെരിഫൈ ചെയ്ത ശേഷം മാത്രം ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണാം. അതായത് എ എന്ന് പറയുന്ന വ്യക്തി ബിയിലേക്ക് ഒരു ബിറ്റ് കോയിൻ അയച്ചു. ഈ ട്രാൻസാക്ഷൻ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിലും, അതായത് നോഡ്സ് എന്ന് പറയും, ഇത് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്താൽ മാത്രമേ അത് പുതിയ ബ്ലോക്കിലേക്ക് ആഡ് ചെയ്യപ്പെടുകയുള്ളൂ. ഈ ഒരു ടേംസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. വൺസ് ഇത് ആഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പെർമനൻ്റ്ലി അവിടെ റെക്കോർഡാവും. ഇനി അത് മാറ്റാനോ ഡിലീറ്റ് ചെയ്യാനോ കഴിയില്ല. ഇത് ലിറ്ററലി ടാറ്റ് പോലെ പെർമനൻ്റ് ആണ് ബ്ലോക്ക് ചെയിനിൽ. ദാറ്റ് ഇസ് വൈ ബ്ലോക്ക് ചെയിൻ ഈസ് കോൾഡ് ടംബർ പ്രൂഫ് ടെക്നോളജി. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. വൈ ബ്ലോക്ക് ചെയിൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാവർക്കുമുള്ളൊരു ചോദ്യമാണ്, ബ്ലോക്ക് ചെയിൻ സെക്യൂർ ആണോ? അതുപോലെ തന്നെ വൈ ഷുഡ് വി കെയർ? നമ്മൾ ഈ കാര്യത്തിൽ കെയർ ചെയ്തിരിക്കണം. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ബിറ്റ് കോയിൻ, ഇത്തേറിയം, റിപ്പിൾ എല്ലാം ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസികളാണ്. ബാങ്കിങ് സെക്ടറിൽ, അതുപോലെ തന്നെ മറ്റ് പേയ്മെൻറ്റ് മോഡിൽ, ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറിൽ, ഡേയ്സ് എല്ലാം മിനിറ്റ്സിൽ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിലെല്ലാം. ഒരു റിലേറ്റബിൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ വീട്ടിലേക്ക് നമ്മൾ പണം അയക്കാൻ ബാങ്ക് വഴി പോകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം എടുക്കും, അല്ലെങ്കിൽ കുറഞ്ഞ സമയം എക്സ്ട്രാ ടൈം നമുക്ക് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഹെവി ചാർജസും അവിടെ വരും. പക്ഷേ ബ്ലോക്ക് ചെയിൻ പേയ്മെൻറ്റിലോ സെക്കൻഡുകൾക്കകം നമുക്ക് എത്തേണ്ടടുത്ത് എത്തിയിരിക്കും. മാത്രമല്ല ചീപ്പ് ആൻഡ് സെക്യൂറുമാണ്. ഇത് ഡീൽ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച ആളുകൾക്കറിയാം. അതല്ലാതെ ഇത് പുതുതായി കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതൊക്കെ സാധ്യമാകുന്ന ഒന്നാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. അവർ ജസ്റ്റ് ഇത് യൂസ് ചെയ്തിട്ടുള്ള ആളുകളോട് ചോദിക്കുക. വിത്തിൻ സെക്കൻഡ് കൊണ്ടാണ്, ഇപ്പോൾ UK നിന്നായാലും USA നിന്നായാലും മറ്റ് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നായാലും സെക്കൻഡുകൾക്കകമാണ് നമ്മുടെ
അടുത്ത് ഈ ബിറ്റ് കോയിനോ അല്ലെങ്കിൽ മറ്റ് ഏത് ക്രിപ്റ്റോ കറൻസിയോ എത്തുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് സപ്ലൈ ചെയിൻ. നമുക്കറിയാം ഈ ഒരു പ്രൊഡക്റ്റ് ജെന്യൂൻ ആണോ ഫേക്ക് ആണോ എന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഉദാഹരണം, നിങ്ങൾ വാങ്ങുന്ന മെഡിസിൻ ഒറിജിനൽ ആണോ എന്ന് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഹെൽത്ത് കെയറിൽ പേഷ്യൻ്റ് റെക്കോർഡ് നമുക്ക് സേഫ് ആക്കുക, അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആക്കുക എന്നുള്ളതൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വോട്ടിംഗ് സിസ്റ്റം. ഫ്രോഡ് പ്രൂഫ് എലക്ഷൻ ഇതിൽ പോസിബിളാണ്. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ ഇതിന് ഈ ഒരു ബ്ലോക്ക് ചെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഫ്രണ്ട്സ്, ബ്ലോക്ക് ചെയിൻ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ക്രിപ്റ്റോ, ഇറ്റ് ഈസ് ആക്ച്വലി എ റവല്യൂഷൻ ടെക്നോളജി ഫോർ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ്. നമുക്ക് ഇന്ന് എവിടെ പോയി കഴിഞ്ഞാലും ഈ ഒരു ബ്ലോക്ക് ചെയിൻ സംസാരങ്ങളാണ്. ഇന്ന് ന്യൂസ് പേപ്പർ എടുത്തു നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് ബ്ലോക്ക് ചെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാം. ഇവിടെ ഇതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ റെക്കോർഡായിരിക്കും, അതുപോലെ തന്നെ ഹൈ സെക്യൂരിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഒരു മിഡിൽ മാൻ ഇവിടെ ഇല്ല. നമുക്കറിയാം ബാങ്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ, അതുപോലെ തന്നെ മറ്റു ബ്രോക്കേഴ്സ് നമുക്കിവിടെ വേണ്ട, ഏജൻറ്റ് വേണ്ട, ഒന്നും വേണ്ട. അതുപോലെ തന്നെ മാത്രമല്ല ഇതിൻ്റെ ഒരു ഗ്ലോബൽ ആക്സസ് ഉണ്ടായിരിക്കും, അതായത് എനിവർ എനി ടൈം എന്നുള്ളത്. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് ബ്ലോക്ക് ചെയിനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോസും കോൺസും എന്തൊക്കെയെന്ന് നോക്കാം. പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ട്രാൻസ്പെറൻസിയാണ്. എല്ലാവർക്കും ഒരേ റെക്കോർഡായിരിക്കും, അതുപോലെ തന്നെ ഹൈ സെക്യൂരിറ്റി ആയിരിക്കും. ഇവിടെ ഒരു മിഡിൽ മാൻ ഇല്ല. നമുക്കറിയാം ബാങ്ക്, ഏജൻറ്റ്, ബ്രോക്കേഴ്സ് ഒന്നും തന്നെ ഇതിന് വേണ്ട. മാത്രമല്ല ഗ്ലോബൽ ആക്സസ് ഉണ്ടായിരിക്കും, എനിവേർ എനി ടൈം എന്നുള്ളതാണ്. എന്നാൽ ഇതിന് അതുപോലെ തന്നെ പിന്നെ ഒരുപാട് കോൺസും ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹൈ എനർജി കൺസംഷനാണ്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ മൈനിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പോകുമ്പോൾ ഒരുപാട് ഇലക്ട്രിസിറ്റി കൺസംഷനാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ സ്കെയിലബിലിറ്റി ഇഷ്യൂ, നെറ്റ്വർക്ക് സ്പീഡ് പ്രോബ്ലം, നമുക്ക് ഇന്ത്യയിലൊക്കെ ഒരുപാട് ഇഷ്യൂ വന്നതാണ് നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് മൂലം. ഓക്കെ, അതുപോലെ തന്നെ റെഗുലേഷൻ ആൻഡ് ഗവൺമെൻറ് റെസിസ്റ്റൻസ്, പല രാജ്യങ്ങളും സ്റ്റിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സിമ്പിൾ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി പെർഫെക്റ്റ് അല്ല, ബട്ട് ഇംപ്രൂവിങ് എവറി ഡേ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് ബ്ലോക്ക് ചെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. മുമ്പ് നമുക്കറിയാം ഇൻ്റർനെറ്റ് വന്ന സമയത്ത് അവിടെയും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നീട് 2G, 3G, 4G, 5G വരെ എത്തിയിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിനിലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്, ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് ബ്ലോക്ക് ചെയിൻ എന്നുള്ളത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ബ്ലോക്ക് ചെയിൻ ബേസിക് കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾ ഓർക്കുക, ഇത് ജസ്റ്റ് ഒരു ക്രിപ്റ്റോവിനുള്ളതല്ല. പലപ്പോഴും ഈ ബ്ലോക്ക് ചെയിൻ എന്ന് കേൾക്കുമ്പോൾ ക്രിപ്റ്റോയാണോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇത് ക്രിപ്റ്റോക്ക് മാത്രമുള്ളതല്ല. ഇന്നലെ ബ്ലോക്ക് ചെയിൻ ഫ്യൂച്ചർ ടെക്നോളജി ആയിരുന്നു, ഇന്ന് പ്രസൻറ്റ് റിയാലിറ്റിയാണ്. നാളെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇത് ബ്ലോക്ക് ചെയിൻ ഭാഗമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സോ ദിസ് ഈസ് നോട്ട് എ ഓപ്ഷണൽ, ബ്ലോക്ക് ചെയിൻ ഈസ് എ അൺഅവോയ്ഡബിൾ. പഠിക്കാൻ തുടങ്ങേണ്ട സമയം ഇന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുക, ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾക്ക് നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ക്രിപ്റ്റോയിലൂടെ വരുമാനം ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല പ്രൊജക്റ്റുകളും നമ്മൾ നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രൊജക്റ്റുകളിൽ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, ക്രിപ്റ്റോയിലും ഫോറക്സിലൂടെയും നിങ്ങൾക്ക് വരുമാനമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, താഴെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുണ്ട്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും, അതുപോലെ തന്നെ കമൻറ്റിൽ നിങ്ങളുടെ ഡൗട്ടുകൾ ഷെയർ ചെയ്യുവാനും, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.